നെല്ലും വാഴയും മീനും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ് തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനത്തെ അടിയുണ്ടൻ വീട്ടിൽ ജോർജ് അനുവർത്തിക്കുന്നത്. ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയ ജോർജ് 18 വർഷം മുമ്പാണ് മീൻ വളർത്തൽ ആരംഭിച്ചത്. വീട്ടുവളപ്പിലെ 35 സെന്റിലുള്ള വലിയ കുളത്തിലാണ് പ്രധാനമായും മത്സ്യകൃഷി. ഇതിനു പുറമെ പാട്ടത്തിനെടുത്ത 20 സെന്റ് കുളത്തിലും മീൻ വളർത്തുന്നു. മലേഷ്യൻ വാള, നട്ടർ, തിലോപ്പിയ, രോഹു, കട്ല, ഗൗരാമി, സക്കർ, ഗോൾഡൻ ഫിഷ് തുടങ്ങിയ മത്സ്യങ്ങളെയാണ് വളർത്തുന്നത്. വൈക്കത്തു നിന്നാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. 1.5 മാസം വരെ കുഞ്ഞുങ്ങളെ ഷീറ്റിനുള്ളിലെ വെള്ളത്തിലിട്ടാണ് വളർത്തുക. ഈ സമയത്ത് കോഴിത്തീറ്റയോ കാലിത്തീറ്റയോ കൊടുക്കുന്നു. 1.5 മാസം കഴിഞ്ഞാൽ കുളത്തിലേക്ക് മാറ്റുന്നു. കോഴി വേസ്റ്റാണ് ഇവയുടെ പ്രധാന തീറ്റ. 8 മാസം കൊണ്ട് മത്സ്യം 1 കിലോ തൂക്കം വയ്ക്കും. 1 കിലോ തൂക്കമുള്ളവയെ മാത്രമേ വിൽക്കാറുള്ളൂ. ഇരിങ്ങാലക്കുട മത്സ്യ മാർക്കറ്റാണ് പ്രധാന വിപണി. എത്ര മത്സ്യമുണ്ടെങ്കിലും വിറ്റുപോകുമെന്നതാണ് തന്റെ അനുഭവമെന്ന് ജോർജിന്റെ സാക്ഷ്യം. 8 മാസം കൊണ്ട് ആദായം ലഭിക്കുമെന്നതാണ് മത്സ്യം വളർത്തലിന്റെ മറ്റൊരു നേട്ടം. വാഴയാണ് മറ്റൊരു പ്രധാന വിള. പാട്ടഭൂമിയിലാണ് വാഴക്കൃഷി. 1000 ആറ്റുനേന്ത്രൻ, 1500 ഞാലിപ്പൂവൻ, റോബസ്റ്റ എന്നിവയാണ് നട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് വാഴവിത്ത് കൊണ്ടുവരുന്നത്. നേന്ത്രവാഴയ്ക്ക് ജൈവവളവും രാസവളവും ചേർന്നുള്ള വളപ്രയോഗമാണ്. രാസവളം ചെയ്താലേ നേന്ത്രവാഴയും കുലയും ഉഷാറാവൂ എന്നാണ് ജോർജിന്റെ പക്ഷം. കോഴിക്കാഷ്ടം, ഫാക്ടംബോസ് എന്നിവ 5 തവണയായി നൽകുന്നു. കുല വന്നു കഴിഞ്ഞാൽ യൂറിയയും. ചാണകം നൽകിയപ്പോൾ വാഴയ്ക്ക് പഴുപ്പ് കയറിയതിനാൽ അത് നൽകാറില്ല. ഞാലിപ്പൂവന് രാസവളം ഉപയോഗിക്കാറില്ല. ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റുമാണ് നൽകുന്നത്. ഒരു വാഴയ്ക്കും രാസകീടനാശിനി ഉപയോഗിക്കാറില്ലെന്ന് ജോർജ് അടിവരയിടുന്നു. പകരം സ്യൂഡോമോണസ് ആണ് നൽകാറ്. പ്രധാന രോഗം പിണ്ടിപ്പുഴുവിന്റെ ഉപദ്രവമാണ്. ഇത് കണ്ടാൽ പുഴുവിനെ എടുത്ത് നശിപ്പിക്കുകയാണ് പതിവ്. സ്പ്രിംഗ്ലർ ഉപയോഗിച്ചാണ് നന. വാഴയുടെ ഇടയിൽ ഇടവിളയായി മരച്ചീനിയും ചീരയും നടുന്നു. ഇരിങ്ങാലക്കുട മാർക്കറ്റും ലോക്കൽ കടകളുമാണ് വാഴക്കുലയുടെ പ്രധാന വിപണി. കഴിഞ്ഞ വർഷം കാർഷിക യൂണിവേഴ്സിറ്റിയുടെ സാങ്കേതിക ധനസഹായത്തോടെ കരനെൽ കൃഷി ചെയ്ത് മികച്ച വിളവ് കിട്ടി. 9 സെന്റ് സ്ഥലത്ത് ഐശ്വര്യ നെൽവിത്ത് പാകിയത് 83 കിലോ വിളവെടുത്തു. രണ്ടാമതും കരനെൽ കൃഷിക്കുള്ള ഒരുക്കത്തിലാണ് ജോർജ്. ഇതിനു പുറമെ 1.5 ഏക്കറിൽ വീട്ടാവശ്യത്തിനുള്ള നെല്ല് കൃഷി ചെയ്യുന്നു. ഒരു പൂ മുണ്ടകൻ 750-800 കിലോയോളം വിളവെടുക്കാറുണ്ട്. ചാണകപ്പൊടി മാത്രമാണ് വളമായി നൽകുന്നത്. നെല്ലിനു ശേഷം എള്ള് കൃഷി ചെയ്യുന്നു. ടെറസിൽ കാബേജ്, ചീര, പച്ചമുളക് എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. മതിലകം ബ്ലോക്കിലെ മികച്ച മത്സ്യകർഷകനുള്ള ആത്മ അവാർഡ് ലഭിച്ചിട്ടുണ്ട്.